റാഫിളത്ത് എന്ന കക്ഷികളുടെ വാദമാണ് അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന വാദം. ഈ വാദം ഇവിടെ പ്രചരിപ്പിക്കുന്നവരാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും എന്ന് മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളെയും അല്ലാഹു തആല അയച്ചത് എന്തിനാണ്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഒരാശയവും ആദർശവുമായിട്ടാണ് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞത്. എന്താണത്? ലാ ഇലാഹ ഇല്ലാ അന. അല്ലാഹ് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ഫഅബ്ദൂൻ, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ട്? അല്ലാഹുവാണ് ആകാശം സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് ഭൂമി സൃഷ്ടിച്ചത്, ഭൂമിയിലുള്ളത് മുഴുവൻ സൃഷ്ടിച്ചത്, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചത്, എല്ലാം സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. ഖാലിഖു കുല്ലി ശൈഇ, എല്ലാറ്റിനെയും സൃഷ്ടിച്ച പടച്ചവൻ. ഇങ്ങോട്ടോ, ഇവിടെ കസേരയിൽ ഇരിക്കുന്നവരെന്തേ റോട്ടുമ്പോൾ ഇങ്ങനെ നോക്കുന്നു? റോട്ടും കൂടി വാഹനം പോകില്ലേ? അതിനുവേണ്ടി എല്ലാവരും നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ പ്രസംഗം കേൾക്കാൻ. അപ്പൊ എല്ലാവരും കണ്ണിൽ മരുന്നിട്ടൊന്നും കണ്ണിങ്ങനെ തിരിച്ചു പിടിച്ചാൽ മൂക്കുമ്മലാവില്ലേ മരുന്ന്? അപ്പോ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആലോചിക്കണം, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. കാരണം എന്താണ്? അല്ലാഹു തന്നെ പറഞ്ഞു ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂ, എല്ലാ വസ്തുക്കളെയും പടച്ചവനും പടക്കുന്നവനും അല്ലാഹുവാണ്, അവനെ മാത്രം ആരാധിക്കണം. ഈ അടുത്ത് നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും, ആരാ നിങ്ങളെ പടച്ചവന്? ഞങ്ങളെ പടച്ചവൻ CM വലിയുദാന്ന്. ഒക്കെ മഹാവിവരക്കേട്. അങ്ങനത്തെ വിവരക്കേടൊന്നും സുന്നികളെ ആദർശമല്ല. ആ പടച്ചവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ മാത്രമാണ് പടച്ചവൻ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അത് നമ്മളുടെ കുട്ടികൾക്ക് ഖിയാമത്ത് നാൾ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം അത് പഠിപ്പിക്കുന്നത് ആരാണ്? അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസ അത് ഏത് സംഘടനയിൽപ്പെട്ട സുന്നികളാണെങ്കിലും അവരുടെ മദ്രസകളിലെല്ലാം അല്ലാഹുവിന് 20 സിഫത്ത് പഠിപ്പിക്കുന്നുണ്ട്. വാജിബായ സിഫത്ത്, 20 മുസ്തഹീലായ സിഫത്ത്, ഒരു ജായിസായ സിഫത്ത്. എന്താണ്? നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതല്ലേ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു ഉള്ളവനാണ്, അല്ലാഹു ഖദീമാണ്, അഥവാ അല്ലാഹു ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. ഞാൻ ഖദീമല്ല, ഞാൻ മുമ്പില്ലായിരുന്നു, ഞാൻ ഉണ്ടായതാണ്. അപ്പൊ അങ്ങനല്ല, അല്ലാഹു തആല ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഹുവൽ അവ്വലു വൽ ആഖിർ. അതേ ബാഖി, അല്ലാഹു ഉള്ളവനാണ് എന്നതിന് അവസാനമില്ല, എപ്പോഴും ഉള്ളവൻ തന്നെ, നാശം ഇല്ല. പിന്നെയോ മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അല്ലാഹു തആല സർവ്വ സൃഷ്ടികളിലും വ്യത്യസ്തനാണ്. ഇങ്ങനെ 20 സിഫത്ത് മദ്രസയിൽ പഠിച്ചില്ലേ? വാജിബായ സിഫത്ത്. നിങ്ങളറിയോ, മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല. കാരണം അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അവർക്ക് പിഴച്ച വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ശരിയായ വിശ്വാസം നമ്മളെ മക്കൾക്ക് മദ്രസയിൽ നിന്ന് അവർ പഠിപ്പിക്കുന്നില്ല. അല്ലാഹുവിനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താ? മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. നമ്മൾ പഠിക്കുകയാണ് അല്ലാഹു സൃഷ്ടികളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനാണ്. പിന്നെയും പഠിച്ച എന്താ? 4ാമത്തെ സിഫത്ത്. അതേ, അല്ലാഹു തആല മൗജൂദ്, ഖദീം, ബഖാഇ, മുഖാലിഫുൻ ലിൽ ഖൽഖ്, മുഖാലഫത്തുൻ ലിൽ ഹവാദിസ്. പിന്നെ പഠിച്ചാണ് ഖിയാമുൻ ബിൻ നഫ്സ് എന്ന് പറഞ്ഞാലോ, അല്ലാഹു തആല ആരിലേക്കും ആശ്രയമില്ലാത്തവനാണ്, ഒന്നിലേക്കും ആശ്രയമില്ലാത്തവനാണ്, അവൻ സ്വയം തന്നെ നിൽക്കുന്നവനാണ്. ഞാൻ അങ്ങനല്ല, എനിക്ക് അല്ലാഹുവിനെ ആശ്രയിക്കാതെ സംസാരിക്കാൻ കഴിയില്ല, അല്ലാഹുവിനെ ആശ്രയിക്കാതെ നമുക്ക് ആർക്കും ഒന്നും കഴിയില്ല. ഒരാൾക്കും ഒരു കഴിവും അല്ലാഹുവിനെ ആശ്രയിക്കാതെ ഇല്ല. അതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു